ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ലക്ഷ്മി ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിക്കാതെ ക്ഷീണത്തോടെ വന്ന് കിടക്കുകയാണ്. അവിടേക്ക് വരികയാണ് മഹേന്ദ്ര സാറും സിദ്ധുവും. അപ്പോൾ മഹേന്ദ്ര സാർ വിളിക്കുകയാണ്, ഏയ് ലക്ഷ്മി. ലക്ഷ്മി പെട്ടെന്ന് തന്നെ എണീറ്റ് ചോദിക്കുകയാണ്, ഏട്ടാ ചന്ദ്രികയും മലരിനെയും കണ്ടുപിടിച്ചോ? ഇപ്പോൾ അവർ എവിടെയുണ്ട്? അറിയില്ല ലക്ഷ്മി, ഇനിയും അവർ എവിടെയുണ്ടെന്ന് അറിയില്ല. ACP ഇന്ന് തന്നെ അവരെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയാ ഞാനും സിദ്ധുവും വെയിറ്റ് ചെയ്യുന്നത്. എന്താ ഏട്ടാ ഇത്? 2-3 ദിവസമായല്ലോ, ലക്ഷ്മി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഏയ് എന്ന് പറയാണ് മഹേന്ദ്ര സാറ്. ഇപ്പോഴും അവർ എവിടെയുണ്ടെന്നോ എങ്ങനെയുണ്ടെന്നോ എന്നൊന്നും അറിയില്ലല്ലോ. മഹേഷ് കണ്ണിച്ചോരില്ലാത്ത ദുഷ്ടനാ. അവൻ നമ്മളെ മക്കളെ എന്ത് ചെയ്തിട്ടുണ്ടാവോ? ഏട്ടാ ദയവ് ചെയ്ത് അവരെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. ലക്ഷ്മി, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ചന്ദ്രികയെയും മലരിനെയും ഞങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കും. ലക്ഷ്മി, നിന്റെ അവസ്ഥ കണ്ടിട്ടാ എനിക്ക് പേടിയാവുന്നത്. നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിന്റെ ജീവന് തന്നെ ആപത്താണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ നീയോ ചന്ദ്രികയുടെ കൈകൊണ്ടേ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുക. എനിക്കെന്തെങ്കിലും പറ്റിയാൽ എനിക്കത് ഒട്ടും സഹിക്കാൻ കഴിയില്ല. ചന്ദ്രികയെയും മലരിനെയും ഞങ്ങൾ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരാം. പക്ഷേ അതിൻ്റെ പേരിൽ ആൻറ്റി ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ പോയി ഒരു ജ്യൂസ് എടുത്ത് കൊണ്ടുവരാം. ആ ശരി സിദ്ധു, ജ്യൂസ് എടുത്തിട്ട് വാ. സിദ്ധു ജ്യൂസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ലക്ഷ്മി പറയാണ്, വേണ്ട സിദ്ധാർത്ഥ്, ഞാൻ കുടിക്കില്ല. ഇത് സാധാരണ വ്രതമല്ല. ഈ വ്രതം കൊണ്ട് എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല. ചന്ദ്രികയെയും മലരിനെയും എനിക്ക് കാണണം. അവരെ കണ്ടാൽ മാത്രമേ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടൂ. എന്തിനാ ലക്ഷ്മി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മഹേന്ദ്രൻ സാറിന് നല്ല സങ്കടമാകാണ്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. സ്റ്റേഷനിൽ നിന്നും ACP സാറ് മഹേന്ദ്രൻ സാറിനെ വിളിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ സാർ പറയുകയാണ് ലക്ഷ്മിയോട്, ACP സാറാണ് വിളിക്കുന്നത്. പറയൂ സാർ. മഹേഷ് ചന്ദ്രികയെയും മലരിനെയും എവിടെയാണ് കടത്തിക്കൊണ്ടു പോയത് എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. എവിടെയാ സാർ? എവിടെയാ അവൻ കൊണ്ടുപോയിരിക്കുന്നത്? അപ്പോൾ സിദ്ധുവും ചോദിക്കുകയാണ്, അങ്കിളെ എന്തു പറ്റി? അവൻ ശ്രീലങ്കയിലേക്കാണ് അവരെ രണ്ടുപേരെയും കൊണ്ടുപോയിരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഇൻഫർമേഷൻ കിട്ടിയതേ ഉള്ളൂ. ശ്രീലങ്കയിലേക്കോ? എന്താ സാർ എന്തായി പറയുന്നേ? അവരുള്ള സ്ഥലം എങ്ങനെയാണ് സാർ കണ്ടുപിടിച്ച് അങ്ങോട്ട് പോവുക? ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യും. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് പുറപ്പെട്ടേ പറ്റൂ. സാർ, ഞാൻ ഇപ്പം തന്നെ ഓഫീസിലേക്ക് വരാം. ഓക്കെ. എന്താ ഏട്ടാ, ചന്ദ്രികയും മലരിനെയും മഹേഷ് ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോയെന്നോ? അതേ ലക്ഷ്മി. സിദ്ധു വാ, നമുക്ക് പോകാം. എന്താ ഏട്ടാ, അവളുടെ ജീവന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല, നീ സമാധാനമായിട്ടിരിക്കുക. ഞാനും സിദ്ധുവും ഇപ്പം തന്നെ ശ്രീലങ്കയിലേക്ക് പോവാം. മഹേഷ് അവരെ എവിടെ ഒളിപ്പിച്ചാലും ഉറപ്പായും ഞങ്ങൾ അവരെ കണ്ടുപിടിച്ചിരിക്കും. ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങൾ പോയിട്ട് വരാം. ആൻറ്റി, ഞങ്ങൾ പോകുന്നു. ശരി. ലക്ഷ്മി പിന്നെ പറയാണ്, ദൈവമേ കണ്ടുപിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അതേസമയം മേഘ ഫോണുമായി വന്ന് ഫോൺ ചെയ്യാണ്. വിളിച്ചത് മറ്റാരെയല്ല, മഹേഷിനെയാണ്. എന്നിട്ട് പറയാണ്, മഹേഷ്, ഹലോ, ഞാൻ മേഘയാണ് സംസാരിക്കുന്നത്. മേഡം പറയൂ മേഡം. നീ ശ്രീലങ്കയിൽ ഉണ്ടെന്ന് മഹേന്ദ്രൻ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ സിദ്ധുവും അച്ഛനും ശ്രീലങ്കയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവരുടെ കണ്ണിൽ പെടരുത്. എങ്ങനെയെങ്കിലും ചന്ദ്രികയെ നീ അവിടുത്തെ നിയമം അനുസരിച്ച് വിവാഹം കഴിക്കാൻ നോക്ക്. എങ്കിൽ ചന്ദ്രികയെയും മലരിനെയും നിന്നിൽ നിന്നും അകറ്റി ഇവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. എത്ര വേഗത്തിൽ നീ ചന്ദ്രികയെ വിവാഹം കഴിക്കുന്നോ അത്രയും നല്ലത്. ഓക്കെ ശരി മാഡം. പിന്നെ ചന്ദ്രൻ അച്ഛൻ അവളെ കാത്തിരിക്കുകയാണ്. മേഘ നേരെ ചന്ദ്രൻ അച്ഛൻ്റെ അരികിലേക്കാണ് വരുന്നത്. എന്നിട്ട് ഫോൺ ചെയ്യാണ്. അച്ഛാ, പറമോളെ, അച്ഛനിപ്പോൾ എവിടെയുണ്ട്? പാർക്കിൽ തന്നെയാ മോളെ. ശരി അച്ഛാ, ഞാൻ ഇതാ വരുന്നു. അച്ഛാ, വാ മോളെ, ഇരിക്കേ. ഇതാ അച്ഛാ, ഇത് അച്ഛൻ ചോദിച്ച പണമുണ്ട്. വളരെ നന്ദി മോളെ. സാറില്ല അച്ഛാ, ഈ പണം ഞാൻ വാങ്ങിക്കാൻ വേണ്ടി എന്തുമാത്രം കള്ളം പറയണമെന്ന് അച്ഛനറിയോ? അപ്പോൾ പണം ചോദിക്കുമ്പം എന്തിന്, ഏതിന് എന്നൊക്കെ 1000 ചോദ്യങ്ങളാണ്. അതുണ്ടാവുക തന്നെ ചെയ്യും. കാര്യം നീ അവരുടെ മകളല്ലെന്ന് അവർക്ക് മനസ്സിലായി. നീ എപ്പോൾ പണം ചോദിച്ചാലും അവർ 1000 ചോദ്യങ്ങൾ ചോദിച്ചിട്ടേ തരുള്ളൂ. മുമ്പത്തെ പോലെ നീ ചോദിച്ചപ്പോൾ കിട്ടില്ല മോളെ. അങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാ അച്ഛാ? എല്ലാ പ്രാവശ്യവും ഓരോരോ കാര്യങ്ങൾക്ക് ഞാനിങ്ങനെ അവരുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ട അവസ്ഥയാണ്. അതിന് എൻ്റെ കയ്യിൽ ഒരു പ്ലാനുണ്ട് മോളെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ ആരുടെ മുമ്പിലും കൈനീട്ടി നിൽക്കേണ്ടി വരില്ല. ആ കുടുംബം മൊത്തം നിൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ടി വരും. എന്താ അച്ഛാ പറയുന്നേ? മഹേന്ദ്രനും സിദ്ധുവും നാട്ടിൽ ഇല്ലാത്ത ഈ നേരത്ത് ലക്ഷ്മിയെ ഇമോഷണലായി ടോർച്ചർ ചെയ്ത്
മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതി വാങ്ങിക്കേ. അച്ഛൻ എന്തായി പറയുന്നേ? ഞാൻ ചെന്ന് സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ എഴുതിത്തരാൻ ലക്ഷ്മി അമ്മയോട് പോയി ചോദിച്ചാൽ അവരിപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ എഴുതിത്തരാൻ പോവുകയാണോ? പിന്നെ മഹീന്ദ്രൻ അച്ഛൻ്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ ലക്ഷ്മി അമ്മയ്ക്ക് എങ്ങനെയാ അച്ഛാ അത് എനിക്ക് എഴുതിത്തരാൻ പറ്റുക? നിനക്കതേപ്പറ്റി ഒന്നും അറിയാഞ്ഞിട്ടാ. മഹീന്ദ്രൻ്റെ സ്വത്തുക്കളെല്ലാം ലക്ഷ്മിയുടെ പേരിലാണുള്ളത്. അധ്വാനിച്ചുണ്ടാക്കിയത് മഹീന്ദ്രനാ, പക്ഷേ എല്ലാ സ്വത്തുക്കളുടെയും അവകാശി അവരാ. ഓ, ലക്ഷ്മി അവരുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലേക്ക് എഴുതിയാൽ മാത്രം മതി. പെട്ടെന്ന് ചെന്ന് സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിൽ എഴുതിത്തരാൻ പറഞ്ഞാൽ അതെങ്ങനെയാച്ചാ ലക്ഷ്മി അമ്മ എൻ്റെ പേരിൽ എഴുതിത്തരാം? അവരത് അത്ര പെട്ടെന്നൊന്നും നിൻ്റെ പേരിൽ എഴുതിത്തരില്ല മോളെ. നീ അവിടെ ചെന്ന് അതിനുവേണ്ടി നാടകം കളിക്കേണ്ടി വരും. ഞാനെങ്ങനെയാണ് അഭിനയിക്കുന്നേ? എന്ത് ചെയ്താലും അവർ കണ്ടുപിടിക്കും. അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കാര്യമുണ്ട്, അത് നീ ചെയ്യ്. എന്താ അച്ഛാ അത്? അപ്പോൾ അച്ഛൻ മൗനമായി എല്ലാം ആക്ഷനായി പറഞ്ഞു കൊടുക്കുകയാണ്. അച്ഛൻ പറഞ്ഞ പ്ലാനൊക്കെ ശരി തന്നെ, പക്ഷേ ലക്ഷ്മി അമ്മ ഇത് വിശ്വസിക്കുമെന്നാ അറിയാത്തത്. അവർ വിശ്വസിക്കുന്ന രീതിയിൽ നീ അഭിനയിക്കണം, എന്നാലേ നിനക്ക് സ്വത്തുക്കളെല്ലാം കിട്ടൂ. ശരി അച്ഛാ, എല്ലാം ഞാൻ ട്രൈ ചെയ്യാം. മഹീന്ദ്രനും സിദ്ധാർത്ഥും വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നീ എല്ലാം സാധിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് പിന്നെ ഒരിക്കലും നടക്കില്ല. ശരി അച്ഛാ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ചന്ദ്രിക മഹേഷിനെ പേടിച്ച് പറിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് മഹേഷ് അകത്തേക്ക് കയറിയത്. അപ്പോൾ ചന്ദ്രിക കൊളറിൽ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, ഏയ് എൻ്റെ കുഞ്ഞെവിടെ? എൻ്റെ കുഞ്ഞെവിടെ? എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ടുവിടാൻ. വിട് ചന്ദ്രികേ, എൻ്റെ മോളെ എനിക്ക് വേണം. നീ സമാധാനിക്ക് ചന്ദ്രികേ, എന്തിനാ നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ? മലര് സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പറയുന്നതൊക്കെ നീ കൃത്യമായിട്ട് അനുസരിച്ചാൽ അവളെ ഞാൻ നിൻ്റെ കൂടെ വിടും. എന്താ ചന്ദ്രിക ഇത്? നേരം വെളുത്താൽ നിൻ്റെയും എൻ്റെയും കല്യാണം, എന്നിട്ട് നീ ഇങ്ങനെ കരയുന്നത് ശരിയാണോ? നന്നായി ചിരിച്ച് സന്തോഷമായിട്ടിരിക്കെ. സിദ്ധു സാറിനെ മഹീന്ദ്രൻ സാറിൻ്റെ അടുത്ത് അയച്ചോ ഇല്ലയോ? ഇത്ര വേഗം എങ്ങനെ അയക്കും? നമ്മളെ കല്യാണം കഴിഞ്ഞ ശേഷം മാത്രമേ അവനെ അവരുടെ അടുത്ത് അയക്കൂ. ഇത് നിനക്ക് വേണ്ടി ഞാൻ കല്യാണത്തിന് കൊണ്ടുവന്ന സാരിയാണ്. നമുക്ക് മാത്രമല്ല, ഇതിൽ കുറച്ച് വളകളും ഉണ്ട്, നീ അണയണം. വാങ്ങിക്ക് എന്ന് പറഞ്ഞ് ചന്ദ്രികയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതും പിടിക്കൂ. നാളെ വാശി പിടിക്കാതെ എൻ്റെ കൂടെ വന്ന് കല്യാണത്തിന് കൂടിയാൽ സിദ്ധാർത്ഥ് ജീവനോടെ വീട്ടിലെത്തും, ഇല്ലെങ്കിൽ അവൻ ജീവനോടെ വീട്ടിലെത്തില്ല. ആ സാരിയും പൊതിയും മഹേഷിൻ്റെ മുഖത്ത് തന്നെ ചന്ദ്രിക എറിഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയും ദേഷ്യം നല്ലതിനല്ല ചന്ദ്രികയെ. മലറിനെ നിനക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഈ ദേഷ്യമൊക്കെ നീ ഇല്ലാതാക്കണം, ഇല്ലെങ്കിൽ മലറിനെ പിന്നെ നീ ഒരിക്കലും കാണില്ല. മനസ്സിലായോ? എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവിട്, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കെന്നെ അറിയില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മലറിനെ കാണാൻ നിന്നെ ഞാൻ അനുവദിക്കൂ. ഇതിനു മുമ്പ് അവളെ നിനക്ക് കാണാൻ പറ്റില്ല. വീണ്ടും ചന്ദ്രികയെ അതിനകത്താക്കി അവൻ പുറത്തേക്കിറങ്ങാണ്. പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയെയാണ്. ലക്ഷ്മി കട്ടിലിൽ തന്നെ ഇരിക്കുകയാണ്. മേഘ ജ്യൂസുമായി വന്നിട്ട് പറയാണ്, അമ്മേ ഈ ജ്യൂസെങ്കിലും കുടിക്കാമേ? വേണ്ട മേഘ, ഒന്നും കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ. ഇങ്ങനെ ആയാൽ അമ്മയുടെ ആരോഗ്യം എന്താവും? ചന്ദ്രിക ആരാ? ഒരു ജോലിക്കാരിയല്ലേ? അവൾക്ക് വേണ്ടി അമ്മ ഇങ്ങനെ വ്രതം ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുക. അമ്മ എനിക്ക് വേണ്ടി പോലും ഇങ്ങനെ വ്രതം ഇരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതോ ഒരുത്തിക്ക് വേണ്ടി അമ്മ ഇങ്ങനെ സ്വയം ശിക്ഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അതിൽ അതിശയം തോന്നുന്നു. ഞാൻ ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അച്ഛന് എന്നോട് ശരിക്കും സ്നേഹമുണ്ടോ? അതിലെന്താ മേഘ നിനക്കിത്ര സംശയം? അദ്ദേഹത്തിന് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. അതൊക്കെ മുമ്പാണ് അമ്മേ. ഈയിടെയായിട്ട് അച്ഛൻ എന്നോട് ഒരല്പം പോലും സ്നേഹമില്ല. അദ്ദേഹത്തിന് എന്നോട് വെറുപ്പാണ്. കുറച്ചായിട്ട് എന്നിൽ നിന്നും അകന്നു പോവുകയാണ്. ഞാൻ നിങ്ങളുടെ മകളല്ലെന്ന് അറിഞ്ഞത് മുതലാണ് അച്ഛനിങ്ങനെ മാറിയത്. ഞാൻ നിങ്ങളുടെ മകളല്ലാതായത് എൻ്റെ കുറ്റം കൊണ്ടാണോ? അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മേഘ. ഞങ്ങളുടെ സ്വന്തം മകൾ തിരിച്ചു വന്നാൽ പോലും നിനക്ക് ഈ വീട്ടിലുള്ള അവകാശം എപ്പോഴും ഉണ്ടാവും. ആർക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ വിട്ടുകൊടുക്കില്ല. അതിങ്ങനെ വെറുതെ പറഞ്ഞിട്ടെന്താ അമ്മേ കാര്യം? എനിക്ക് ഈ വീട്ടിൽ എന്തവകാശമുള്ളത് പറയും? എൻ്റെ കുഞ്ഞിന് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണമെങ്കിൽ പോലും ഞാൻ അച്ഛൻ്റെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥയാണ്. ആ അവസ്ഥയിലല്ലേ നിങ്ങളെന്നെ നിർത്തിയിരിക്കുന്നത്?
എനിക്ക് ഈ വീട്ടിൽ എന്ത് അധികാരമുള്ളത്? ഒന്നുമില്ലല്ലോ. അപ്പം ലക്ഷ്മി അമ്മ പറയാണ്, അങ്ങനെയൊന്നുമല്ല, എനിക്കെല്ലാം ഉണ്ട്. നീയായിട്ട് വേണ്ടാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ഇല്ല അമ്മേ, ശരിക്കും ഈ വീട്ടിൽ എനിക്ക് യാതൊരു അധികാരവും ഇല്ല. അങ്ങനെ എനിക്ക് അധികാരമുണ്ടെന്ന് അമ്മ പറയുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ അമ്മയുടെ പേരിലുള്ളത് എൻ്റെ പേരിൽ എഴുതി വെക്ക്. അല്ലെങ്കിൽ ഞാൻ യാതൊരു സ്ഥാനവും ഇല്ലാത്തവളായിട്ട് ഈ വീട്ടിൽ കഴിയണം. അമ്മ അങ്ങനെ എന്നെ സ്വന്തം മകളായിട്ട് കാണുന്നുണ്ടെങ്കിൽ അമ്മയുടെ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ എഴുതി വെക്കമ്മേ. എന്നാലേ എനിക്ക് നിങ്ങളിൽ അല്പമെങ്കിലും വിശ്വാസം ഉണ്ടാവും. എന്താ മേഘ നീ പറയുന്നത്? സ്വത്ത് എഴുതി തരുന്നത് അത്ര ചെറിയ കാര്യമാണോ നീ വിചാരിക്കുന്നത്? എല്ലാം തന്നെ നിന്റെ അച്ഛനും മുത്തശ്ശനും എല്ലാം തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയതാ. ഇതൊന്നും തന്നെ അവരോടൊന്നും ചോദിക്കാതെ ആർക്കും തന്നെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ വലിയ തെറ്റായി പോവും. അപ്പോൾ അമ്മയുടെ പേരിലുള്ള സ്വത്തുക്കൾ എനിക്ക് എഴുതി തരില്ല അല്ലേ? ഉള്ള കാലം അത്രയും ഞാനിങ്ങനെ അനാഥയായിട്ട് കഴിയണം, അങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് അവൾ ലക്ഷ്മിയെ നോക്കാണ്. കുട്ടിക്കാലം മുതൽ അമ്മയും അച്ഛനുമാണ് എൻ്റെ ലോകം എന്ന് വിചാരിച്ച് ജീവിച്ചു. എന്നിട്ടിപ്പോൾ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മകളെയല്ല, ആരോരും ഇല്ലാത്തവളാണെന്ന് പറഞ്ഞ് എന്നെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് മേഘ കരയാണ്. എനിക്ക് ഇതെങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? എന്ത് വിശ്വാസത്തിലാ, എന്ത് ധൈര്യത്തിലാ ഞാൻ ഈ വീട്ടിൽ ഇനിയും കഴിയേണ്ടത്? ഒരുപക്ഷെ നിങ്ങളുടെ ശരിയായ അവകാശി വന്നാൽ നിങ്ങളുടെ സ്വത്തെല്ലാം അവളുടെ പേരിലല്ലേ എഴുതി വെക്കൂ? അത് കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുഞ്ഞും ഒരാശ്രയവും ഇല്ലാതെ തെരുവിലിറങ്ങി നിൽക്കേണ്ടി വരും. മേഘ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അമ്മയ്ക്ക് ശരിക്കും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അച്ഛൻ അമ്മയുടെ പേരിൽ എഴുതി വച്ചിരിക്കുന്ന സ്വത്തുക്കൾ എൻ്റെ പേരിൽ എഴുതി വെക്ക്. അമ്മ അങ്ങനെ എഴുതി വച്ചില്ലെങ്കിൽ അമ്മയും അച്ഛനെ പോലെ എന്നോട് സ്നേഹമുണ്ടെന്ന് അഭിനയിക്കുന്നതാണെന്നാണ് അർത്ഥം. അത്രയും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് മേഘ മുറിയിൽ നിന്നും പോയി. മേഘ മുറിയിൽ നിന്നും പോയി കഴിഞ്ഞപ്പോൾ ലക്ഷ്മി എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി കാണിക്കാൻ പോകുന്നത്, എൻ്റെ പേരിലുള്ള മുഴുവൻ സ്വത്തുക്കളും നിൻ്റെ പേരിൽ എഴുതിത്തരാൻ പറ്റില്ല മേഘ. നിനക്ക് തരാനുള്ള സ്വത്തുക്കളിൽ പകുതി സ്വത്ത് വേണമെങ്കിൽ നിനക്ക് എഴുതിത്തരാം. മുത്തശ്ശിയോട് മേഘ പറയാണ്, അമ്മ എനിക്ക് എൻ്റെ ഷെയർസ് എല്ലാം സൈൻ ചെയ്ത് തന്നാൽ സ്വത്തുക്കളൊക്കെ വിൽക്കാനുള്ള അധികാരം എനിക്ക് കിട്ടും എന്നല്ലേ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ വക്കീൽ പറയാണ്, ആ മുഴുവൻ സ്വത്തുക്കളും നിങ്ങൾക്ക് പിന്നെ പണയം വെക്കാനും വിൽക്കാനും ഒക്കെ പറ്റും. എന്താ മുത്തശ്ശി നോക്കുന്നേ? അമ്മ പോലും അറിയാതെ അമ്മയുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിൽ എഴുതിത്തരും. അങ്ങനെയുള്ള രീതിയിലുള്ളൊരു ഡോക്യുമെൻ്റാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. മേഘ സന്തോഷത്തോടെ മുത്തശ്ശിയോട് വക്കീലിനെ കണ്ട കാര്യങ്ങളൊക്കെ പറയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയതായിട്ട് വരാൻ പോകുന്ന ഭാഗം അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരേക്കും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും സീ യു ഓൾ.